ലേഖന വിവാദത്തിൽ ശശി തരൂരിനെതിരെ പരസ്യ പ്രതികരണം വേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തരൂരിനെതിരെയുള്ള പരസ്യ പ്രതികരണം ഒഴിവാക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ കോൺഗ്രസ് നേരിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർഭൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. നിർഭൻ, ഏതായാലും കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ തരൂരിൻ്റെ ലേഖനം അത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ നുണകൾ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തരൂരിനെതിരെ വീണ്ടും വീണ്ടും ആക്രമണം നടത്തിയാൽ അത് തിരിച്ചടിയാകുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നിർഭൻ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ തരൂരിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ്സുകാർ നേരിട്ട് പ്രതിഷേധിക്കാതെ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് പ്രതിഷേധം നടത്താനായിരുന്നു തീരുമാനം. എന്താണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം? യൂത്ത് കോൺഗ്രസിൻ്റെ ആ പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ടോ? സിജു, വലിയ തരത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്ന കർശനമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, തരൂരിന്റെ ലേഖനം സർക്കാരിനെ പ്രശംസിച്ചുള്ള ലേഖനമാണ്. അത് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ അതിലെ കണക്കുകളും മറ്റു വിശദാംശങ്ങളുമുണ്ട്. അതിനെ ചൊല്ലിയുള്ള തുടർ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട്. വിഷയം കൂടുതൽ വഷളാക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചു. ചില നേതാക്കൾ പക്വതയില്ലാതെ പ്രതികരണം നടത്തി. മാത്രമല്ല, ശശി തരൂരിനെ ഒറ്റതിരിഞ്ഞ് ഇക്കാര്യത്തിൽ ആക്രമിക്കുന്നത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിനെ ഗുണം ചെയ്യുകയുള്ളൂ. മാത്രമല്ല, സർക്കാർ അനുകൂല പ്രസ്താവന സംബന്ധിച്ച തുടർ ചർച്ചകൾ ഗുണമാകുക ഭരണപക്ഷത്തിനും തിരിച്ചടിയാവുക പ്രതിപക്ഷത്തിനുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രതയോടെയുള്ള നിലപാടായിരുന്നു കേരളത്തിലെ നേതാക്കൾ സ്വീകരിക്കേണ്ടത്. തുടർ വിവാദങ്ങൾ ഒഴിവാക്കണം, പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണം. ഒറ്റ തിരിഞ്ഞ് തരൂരിനെ ആക്രമിക്കുകയും തരൂരിൽ നിന്ന് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ അതിന്റെ ഗുണം സ്വാഭാവികമായും സർക്കാരിനായിരിക്കും ലഭിക്കുക. ഇപ്പോൾ തന്നെ ഇടതുമുന്നണി ഇത് വ്യാപകമായി പ്രചരണ ആയുധമായി ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പ്രതിപക്ഷം അതിന് വളമാകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. അതേസമയം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വി ഡി സതീശൻ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ DCC ഓഫീസ് കേന്ദ്രീകരിച്ച് തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇന്ന് 11:30 മണിക്കോടുകൂടി പ്രവർത്തകരെ എത്തിച്ചേരാനാണ് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് KPCC നേതൃത്വം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തരൂരിനെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളെ ഇളക്കിവിടാനായിരുന്നു വി ഡി സതീശനും ഹസനും അടക്കമുള്ള നേതാക്കൾ തലസ്ഥാനത്ത് ശ്രമിച്ചത് എന്നതാണ് ആരോപണമുള്ളത്. തരൂരിനെ അനുകൂലിക്കുന്ന ജില്ലാ നേതാക്കൾ ഉടൻ തന്നെ KPCC നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല, തങ്ങൾ ഈ മാർച്ച് വരികയാണെങ്കിൽ തടയും എന്ന് മറുവിഭാഗ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ M ലിജു ആണ് നേതാക്കളെ നേരിട്ട് ഇടപെട്ട് അങ്ങനെ ഒരു മാർച്ചിലേക്ക് പോകരുത്, വിഷയം വഷളാക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പക്വത കാട്ടണമെന്നും ഇനി തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ K സുധാകരനും അടക്കമുള്ള നേതാക്കൾ തരൂരിനോട് കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ വി ഡി സതീശനും ഒപ്പം തന്നെ M ഹസനും അടക്കമുള്ള നേതാക്കളാണ് വലിയ തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രതികരണത്തിലേക്ക് പോയത്. അത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. സിജു, അതായത് ഈ ഒരു ആലോചനയില്ലാത്ത പ്രതികരണങ്ങളായിരുന്നു വി ഡി സതീശനും ഹസനും നടത്തിയെന്നുള്ളൊരു ബോധ്യം ഹൈക്കമാൻഡിന് വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഈ ലേഖനം വന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം വന്നതിന് പിന്നാലെ കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവിടെ വി ഡി സതീശന് പറ്റിയ പിഴവ് ശശി തരൂർ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ലേഖനം എഴുതിയെന്നുള്ള ചോദ്യം ചോദിക്കുകയും അതിന് തുടർച്ചയായിട്ടാണ് ശശി തരൂർ കൃത്യമായ മറുപടി കൊടുക്കുന്നു. ആ കണക്കുകൾ ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കൊണ്ടുവന്ന കണക്കാണ്. ആ കണക്കുകൾ തെറ്റുണ്ടെങ്കിൽ ജനീവയിൽ നിന്ന് തിരുത്തട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്താമെന്ന് വളരെ കൃത്യമായി പറയുന്നു. മാത്രമല്ല, ഇത് ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്ക് വായിച്ചാലും മനസ്സിലാകുമെന്ന് തരൂർ പറയുകയും ചെയ്തു. ഫലത്തിൽ സതീശൻ ഉദ്ദേശിച്ചത് തരൂരിനെ പ്രതിസന്ധിയിലാക്കാനായിരുന്നുവെങ്കിലും അത് ഭരണപക്ഷത്തിന്, സംസ്ഥാനത്തെ LDF സർക്കാരിന് കൂടുതൽ ഗുണകരമായി. ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടത് തന്നെയാണെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിന് കിട്ടുകയും ചെയ്തു. ഇനി തുടർ ചർച്ചകളിലേക്ക് പോയാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ബോധ്യം ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ, ദേശീയ നേതാവ് KC വേണുഗോപാൽ പോലെ പരാജയപ്പെട്ടുവെന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ, അല്ലേ?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ തുടർ ചർച്ചകൾ ആർക്ക് ഗുണമാകും എന്ന തരത്തിലുള്ള പക്വതയോടുള്ള ചിന്ത കേരളത്തിലെ നേതാക്കൾക്ക് ഇല്ല എന്നതാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം തരൂരിനെ പോലൊരു നേതാവിനെ പരസ്യമായി ഒരു താക്കീത് നൽകാനോ അത് ദേശീയ വാർത്തയായി മാറുന്ന തരത്തിലേക്കുള്ള വിഷയത്തിലേക്ക് പോകാൻ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന് കഴിയുകയുമില്ല. അത്തരൊരു ഘട്ടത്തിൽ തരൂരിനെ പോലെ ഒരാളിനെ എതിരാക്കി പ്രതിക്കൂട്ടിലാക്കി മറുഭാഗത്തേക്ക് നിർത്തുന്നത് അതിന്റെ ഗുണവും അതിന്റെ അഡ്വാൻറ്റേജ് മുഴുവൻ ഏറ്റെടുക്കുക സ്വാഭാവികമായും സംസ്ഥാന സർക്കാരും LDFുമായിരിക്കും. അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളോട് ചോദിക്കുന്നത്. കേരളത്തിലെ നേതാക്കൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വമല്ല. കാരണം കഴിഞ്ഞ ദിവസം പോലും സുധാകരൻ തരൂരുമായി ചർച്ച നടത്തിയിരുന്നു, ആശയവിനിമയം നടത്തി. അവർ തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. ഈ ലേഖനം വന്നോടൻ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു തരൂരിനെ വിളിച്ചിരുന്നു. മറ്റു തരത്തിലുള്ള താക്കീതോ അസ്വസ്ഥതകളൊന്നും അവരാരും പ്രകടിപ്പിച്ചില്ല. പക്ഷേ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രകോപിതനായി ആദ്യം പ്രതികരണം ഉന്നയിക്കുന്നത് VD സതീശനാണ്. VD സതീശൻ ഏത് തരത്തിലുള്ള കണക്കാണെന്ന് ചോദിച്ചതാണ് തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം കണക്കുകൾ നിരത്തി ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും തുടർ പ്രതികരണത്തിലേക്കും വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അത്തരൊരു വിവാദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. പക്വത കാട്ടിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തരൂരിന്റെ കാര്യത്തിൽ വലിയ നടപടികളിലേക്ക് ഇനി ഹൈക്കമാൻഡ് പോകില്ല. വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാനായിരിക്കും ഇനി കോൺഗ്രസ് ശ്രമിക്കുക. സിജു. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ശശി തരൂരിനെതിരെ ഇനി പരസ്യ പ്രതികരണം പാടില്ലെന്ന് ഹൈക്കമാൻഡിന്റെ കമാൻഡ്.